മനോഹരമായിട്ടുള്ള ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ ഒരവസരം തന്ന ദൈവത്തിനോട് ഉടയമ്പരാനോട് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ആരംഭിക്കാം. അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. അവർക്കും ഒരുപാട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ആരംഭിക്കുന്നു. അപ്പോൾ രേഷ്മിയാണ് കേട്ടോ. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പം ഒരുപാട് നേരത്തെ ഒന്നും അല്ല എണീറ്റേക്കുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റേക്കുന്നത്. രാവിലെ വിളക്ക് കത്തിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് ഞാനല്ല വിളക്ക് കത്തിച്ചത്, അണ്ണനാണ് വിളക്കൊക്കെ കത്തിച്ചത്. പിന്നെ അടുക്കളയിലേക്ക് കയറി ഒരുപാട് താമസിച്ചാണ് എണീറ്റത്. കാപ്പിക്കായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. കാരണം കഴിഞ്ഞ ദിവസത്തെ ചോറിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ തിളപ്പിച്ചൂറ്റി കഴിക്കാമെന്നുള്ളൊരു ആലോചന. പിന്നെ ഇലയപ്പം ഉണ്ടാക്കിയതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു രാവിലത്തെ കാര്യങ്ങൾ കഴിയുമല്ലോ. അപ്പം കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ചു, തീ കത്തിച്ചു. പിന്നെ മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. മങ്കടയോ ചൂരയോ എന്തോ ഒരു മീനായിരുന്നു. ആ മീൻ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയത്തില്ല. അത് രണ്ടിൻ്റെയും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് തിരിഞ്ഞു പോകും കേട്ടോ, മങ്കടയാണോ ചൂരയാണോ എന്നുള്ളത്. അങ്ങനെ പിന്നെ അരിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ രാവിലെ തന്നെ തുണി അങ്ങ് കഴുകാമെന്ന് കരുതി. ഇതിപ്പോൾ ഒരുപാട് താമസിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒരു 9 മണി 9:30 എങ്ങാണ്ടായിട്ടുള്ളൂ. നല്ല വെയിൽ അപ്പം തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഞാൻ തുണിയൊക്കെ കഴുകിയിട്ടതിന് ശേഷം നമുക്ക് അടുക്കളയിലേക്ക് കയറി ബാക്കി പരിപാടിയിലേക്ക് കിടക്കാമെന്ന് കരുതി. കഴിഞ്ഞൊരു ദിവസം ഇപ്പോഴും എനിക്ക് ഓർക്കുമ്പോൾ എന്തോ ഒരു വല്ലായ്മയാണ്. മടിച്ചിയായിട്ട് മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഇന്നതൊന്നും അല്ല കേട്ടോ. ഇന്ന് ഞാനെല്ലാം സൂപ്പറാണ്, ഉഷാറായിട്ട് തന്നെ ഇരിക്കുകയാണ്. ജോലികളൊക്കെ എല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാമെന്നുള്ള രീതിയിലാണ്. ഇന്നത്തെ എൻ്റെ ക്യാമറാമാൻ പാർത്ഥനാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടായതുകൊണ്ടാണ് അവൻ ഈ മാതിരി കിസ്മത്ത് പണിയിലേക്ക് കടന്നിരിക്കുന്നത്. അങ്ങനെ അവൻ പുളിയൊക്കെ പിടിക്കുകയാണ് കേട്ടോ. ഇതിൽ അച്ചാറിടുന്ന ഇലിമ്പിപ്പുളി ഉണ്ടല്ലോ, ആ പുളിമരം ഇതിവിടെ ഉണ്ട്. ഈ ഒരു സീസണൊക്കെ ആകുമ്പോഴത്തേക്കിനും ശരിക്കും എന്നത് പിടിക്കുമല്ലോ. അങ്ങനെ പിന്നെ തുണി കഴുകവും കാര്യങ്ങളും ഇങ്ങനെ ചടയെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും എനിക്ക് കുറച്ച് തുണിയൊക്കെ പെൻഡിങ് ആണ്. ഞാൻ എല്ലാം ഒന്നും കഴുകിയിട്ടില്ല, എന്നിട്ടും കുറേ തുണികൾ കഴുകാനുണ്ട്. അപ്പം കുറേ തുണികളൊക്കെ കഴുകി ഉണങ്ങാനുള്ളത് ഞാനവിടെ രാവിലെ തന്നെ എടുത്ത് വെയിലത്തിട്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഇവിടെ നല്ല വെയിൽ വന്നായിരുന്നു. അപ്പം ഈ തുണികൾ കഴുകിക്കൊണ്ട് വന്നപ്പോഴത്തേക്കിനും ആ ഒരു തുണികൾ, ഉണങ്ങാനുള്ള തുണികളൊക്കെ എന്തായാലും ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പാർത്തമ്മോൻ അവിടെയൊക്കെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ കൂടെ ഇങ്ങനെ വാല് പോലും ഇങ്ങനെ നടക്കും. ഞാൻ എവിടെ പോയാലും അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ, എവിടെ ആണെങ്കിലും എൻ്റെ കൂടെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിയും പിച്ചിയൊക്കെ ഇരിക്കണം അവന്. അപ്പം ലൈവിലൊക്കെ വരുന്നവർക്ക് അറിയാം, ഒട്ടുമിക്ക സമയങ്ങളിൽ എൻ്റെ കൂടെ കാണും അവനെ. പിന്നെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ അവന് കളിക്കാനായിട്ട് പോകുന്നത്. പിന്നെ തുണി നൂത്തിരക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി വന്ന് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ പൊട്ടിച്ച് ബോട്ടിലിനകത്ത് ഒഴിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ മീൻ അത് വെട്ടി വെച്ചിട്ടുണ്ട്, അതിന് കറി വെക്കണം. പിന്നെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഈ ഒരു വീഡിയോ പിടിക്കുന്ന കാര്യം. അവൻ്റെ പരിപാടിയാണ് ഇങ്ങനെയൊക്കെ പിടിക്കുന്നത്. അപ്പം ഞാൻ അറിഞ്ഞതുപോലും ഇല്ലായിരുന്നു. ഇത് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പം ഞാൻ കരുതി എന്തായാലും പാടോട്ട് പിടിച്ചല്ലേ എൻ്റെ ക്യാമറാമാൻ, അപ്പം അതൊന്ന് കളയണ്ട, എഡിറ്റ് ചെയ്ത് കളയണ്ട, ഇതിലേക്ക് ഇട്ടേക്കാമെന്ന് കരുതി. അങ്ങനെ പിന്നെ എന്തായാലും മീൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. മങ്കടയോ ചൂര എന്തോ ഒരു മീനായിരുന്നു കേട്ടോ. എനിക്ക് ആ മീൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അപ്പം നമുക്ക് മങ്കടയെന്ന് ഫിക്സ് ചെയ്യാം. അപ്പം മങ്കട മീനായിരുന്നു. അപ്പം ഇത് ഞാൻ കറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ മുളക് കറി വെച്ചത്, തേങ്ങ വറുത്തരച്ച് കറി വെച്ചതല്ല. അപ്പം ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടതിന് ശേഷം പിന്നെ ഒരു സവാളയുടെ പകുതി അരിഞ്ഞിടും. പിന്നെ തക്കാളി ഉണ്ടെങ്കിൽ പുളിക്ക് വേണ്ടി തക്കാളി ഇടുന്നു. പിന്നെ തക്കാളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തക്കാളിയല്ല ഇട്ടേക്കുന്നത്, നമ്മുടെ കുടംപുളിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ കറിവേപ്പിലയും കൊണ്ടിട്ട് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേന് ഈ മീൻ നല്ല കട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പുളർന്നിട്ട് കഷ്ണമാക്കിയിട്ടാണ് കറി വെക്കാൻ എടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊന്നും അരപ്പൊന്നും പിടിക്കത്തൊന്നുമില്ല, അതിങ്ങനെ വല്ലാണ്ടിങ്ങനെ ഇരിക്കും. പിന്നെ നമ്മുടെ ഈ കൂട്ടെല്ലാം വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ മീൻ കറിക്ക് ചേർക്കേണ്ട പൊടികളെല്ലാം ചേർത്ത്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും പൊടികൾ ചേർക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക, നല്ലതുപോലെ ചൂടാക്കുക. പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ തന്നെ ചൂടാക്കി എടുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് വെള്ളം, തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ചൂടാക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കാമെങ്കിൽ അത്രയും നല്ലതായിരിക്കും മീൻ കറിക്ക്. ഇത് ബാക്കി വന്ന സവാളയും ഉണ്ടമുളകും എടുത്തുകൊണ്ട് വെക്കാൻ വന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരുന്നു പറഞ്ഞപ്പം ആൾ കൊണ്ടുവന്ന് വെക്കുന്ന ആ ഒരു കാഴ്ച പിടിച്ചതാണ്. അവനിങ്ങനെ പ്രത്യേകിച്ച് പിടിച്ചിട്ടുള്ളതെന്ന് ഞാൻ കളഞ്ഞിട്ടില്ല. കാരണം ഒരുപാട് എൻ്റെ വീഡിയോയ്ക്ക് ലെങ്ത് കുറവാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതൊന്നും കളയാതെ ഞാനിതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തന്നെ ഇത് കളയാതെ തന്നെ എഡിറ്റ് ചെയ്തതിനകത്ത് തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ. എന്നാൽ നമ്മൾ ഇതാണ് പറഞ്ഞത്, കറിക്കകത്ത് ചൂടുവെള്ളം. ഇപ്പോൾ സാമ്പാർ വെക്കാനാണെങ്കിൽ നമ്മൾ എന്ത് കറി വെക്കുകയാണെങ്കിലും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ
ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ചിക്കൻ കറിയൊക്കെ വെക്കുവാണെങ്കിലും അതേപോലെ ചൂടുവെള്ളം ഒഴിച്ചാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് പിന്നെ നമ്മുടെ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന മീനൊക്കെ പറക്കിയിട്ടു. ആ മീൻ ഇതേപോലെ വലിയ മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ചോരയുടെ മണമൊക്കെ മാറിക്കിട്ടും. പിന്നെ ഉണ്ടമുളക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. ഞാൻ മഞ്ഞ കളർ മുളക് ഉണ്ടായിരുന്നു, അത് ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. അപ്പം മഞ്ഞ കളർ മുളക് അത് പഴുത്താലും മഞ്ഞ കളർ തന്നെയാണ് കേട്ടോ. അപ്പം ചാച്ചൻ്റെ കൃഷിയാണ് അതൊക്കെ. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് തന്നു കിട്ടത് അതൊക്കെ. പിന്നെ അതിൽ നിന്ന് ഒരു 2 മീനെടുത്ത് മാറ്റി വെച്ചായിരുന്നു. അത് അതിൻ്റെ 3-4 മീനേ ഉള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ തലയും ഒരു 2 മീൻ കഷ്ണവും ഉണ്ടായിരുന്നു വറക്കാനായിട്ട്. അപ്പോൾ ഞാനത് ഇങ്ങനെ അരപ്പ് തേക്കുകയാണ്. നമ്മുടെ വറക്കാനുള്ള മീനിൻ്റെ അരപ്പ് മസാല ഉണ്ടാക്കി വെച്ചത് അത് തീർന്നു പോയിടും, ഇനി എനിക്കത് ഉണ്ടാക്കണം. അങ്ങനെ പിന്നെ നമ്മുടെ എല്ലാ പൊടികളും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും സംഭവങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ മീൻ പറക്കി വെച്ച് അതാണ് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ പെടലി വേദന കൊണ്ട് വയ്യായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ തിരുമാനായിട്ട് എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ അണ്ണനോട് പറഞ്ഞു എനിക്കൊന്ന് തേങ്ങ തിരുമ്മി തരുമെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചു വന്ന് തേങ്ങ തിരുമ്മി തരുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ പാർത്തമ്മൂനോട് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു അതൊന്ന് വീഡിയോ പിടിക്കണേ. അണ്ണൻ അറിഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കത്തില്ല. ആ കൊച്ചു പറയും വേണ്ട, പിന്നെ വീഡിയോ ഒന്നും പിടിക്കണ്ടെന്ന് പറയും. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, പുള്ളിക്ക് ക്യാമറയുടെ മുന്നിൽ വരാൻ ചെറിയൊരു നാണക്കേട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ തോരൻ അരിയണമായിരുന്നു. അതും എനിക്കിങ്ങനെ ചോപ്പറിനകത്തിട്ട് വലിക്കാൻ വയ്യാത്തതുകൊണ്ട് പാർത്തമ്മനോട് പറഞ്ഞ് ഒന്ന് സഹായിക്കാൻ പറഞ്ഞപ്പം അങ്ങനെ അച്ഛൻ്റെയും മോൻ്റെയും വക സഹായങ്ങളാണ് നിങ്ങളീ കാണുന്നത്. ഇത് വലിച്ചു പറിച്ച് പൊട്ടിച്ച് കയ്യിലെടുക്കാൻ ഞാൻ തന്നെ എൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്തേനെ. അങ്ങനെ പിന്നെ നമ്മൾ തോരൻ വെക്കാനുള്ള തയ്യാറെടുപ്പാണ്. തോരന് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കടുക് പൊട്ടിക്കുമ്പം എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക. അതിലേക്ക് എനിക്ക് എൻ്റെ ജീരകപ്പൊടി തീർന്നായിരുന്നടാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പച്ച ജീരകമാണ് ഇട്ടത്. ജീരകം ഇടും, പിന്നെ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ കറിവേപ്പില, പിന്നെ നമ്മൾ തോരൻ എന്താണോ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തേങ്ങയും അതും കൂടെ ഇട്ട് തട്ടിയിട്ടിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അത് വേവേണ്ട പരുവത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് മൂടി വെച്ച് വേവിച്ച് വെള്ളം വറ്റിച്ച്. പിന്നെ ഇവിടെ എല്ലാം ഉണ്ടമുളകിൻ്റെ മയമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണ്ടമുളക് തീരുന്നവരെ ഇനി എല്ലാ കറിക്കകത്തും ഞാൻ ഉണ്ടമുളകായിരിക്കും അരിഞ്ഞിടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് എൻ്റെ വക ഒരു ഉണ്ടമുളക്. അങ്ങനെ പിന്നെ ആവശ്യത്തിന് വെള്ളം വെച്ച് അടച്ച് വെച്ച് വേവിക്കുക. അത്രയേ ഉള്ളൂ. തോരൻ വെള്ളം വറ്റി കഴിയുമ്പം നമ്മളത് ചിക്കി തോത്തി എടുക്കുമ്പോഴത്തേനും നമ്മുടെ തോരൻ റെഡിയാവും. അങ്ങനെ പിന്നെ എന്തായാലും മീൻകറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മീൻകറിയുടെ ഉപ്പൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻകറി എങ്ങനെയൊക്കെയുണ്ട്, നമ്മൾ ഉപ്പൊക്കെ അല്ലെങ്കിൽ നമ്മൾ അമ്മമാരിങ്ങനെ ഉപ്പ് നോക്കുമല്ലോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. വൃത്തിയാക്കലും കൂടെ കഴിഞ്ഞാൽ എൻ്റെ ജോലി കഴിയുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് വേറൊരു സംഭവം കിട്ടിയത്. പെട്ടെന്ന് ശടപടേന്ന് അത് പിന്നെ എന്തായാലും അച്ചാറൊക്കെ ഇട്ടു. ഞാനങ്ങനെ പെട്ടെന്ന് ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു 2 മാങ്ങയായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയത്. 2 മാങ്ങ ഉള്ളായിരുന്നു. വീട്ടിൽ അച്ചാറൊക്കെ അങ്ങ് തീർന്നായിരുന്നു. ഈ പുളിയൊന്നും അച്ചാറിട്ട് കൂട്ടി മടുത്ത്. അന്നേരം പിന്നെ അച്ചാറില്ലെങ്കിൽ കഴിക്കാനൊരു സുഖമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ച് 2 എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് 2 മാങ്ങ ഇരിക്കുന്നുണ്ട്. ഞാൻ അപ്പോഴേ അതരിഞ്ഞ് തട്ടി അച്ചാറാക്കി. അയ്യോ അങ്ങനെയാണ് ഞാൻ. പിന്നെ നോക്കിയപ്പോൾ കാണാം നമ്മുടെ ചോറ് വെന്തോ നോക്കാൻ വന്നപ്പോൾ പാർത്തൻ്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെയുണ്ടമ്മേ. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചും കൂടി വേവാനുണ്ടെന്ന്. അങ്ങനെ പിന്നെ കുറച്ച് നേരം കൂടി അത് അവിടെ കിടന്ന് വേവട്ടെന്ന് കരുതി. എന്നിട്ട് നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് തന്നെ നമുക്ക് തിരിച്ച് വരാം. അപ്പം ഇതൊന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇതൊന്ന് വിളഞ്ഞിട്ട് ഒരുമാതിരി മഞ്ഞ കളറായിരുന്നു. ഞാൻ വിചാരിച്ചത് പഴുത്തയാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ അപാര പുളി. ഈ ഒരു മഞ്ഞ കളർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതിയെന്നെങ്കിൽ അതങ്ങ് അച്ചാറായിട്ട് ഇടാമെന്ന് കരുതിയിട്ട്. അപ്പോൾ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് അച്ചാർ, അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ 1 മാങ്ങ 2 മാങ്ങയൊക്കെ കിട്ടുക. അപ്പോൾ അച്ചാറൊന്നും ഇല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെയൊന്നും നമുക്ക് ചേർക്കേണ്ട. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന എന്നാൽ നല്ല ടേസ്റ്റുമായിട്ട് കിട്ടുന്ന ഒരു സൂപ്പർ തട്ടിക്കൂട്ട് അച്ചാർ രീതിയാണ് കേട്ടോ. എൻ്റെ സ്പെഷ്യലാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ പറയണമെങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ. പക്ഷേ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ ഈ സപ്താഹത്തിനൊക്കെ അച്ചാർ വാങ്ങിച്ച് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇത് ഞാൻ ചെയ്തപ്പോൾ കേട്ടോ. അപ്പം ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോണക്ക് മാങ്ങ ഒന്നുകിൽ ചെറിയ കഷ്ണങ്ങളായിട്ടായിരിക്കും, അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ടായിരിക്കും. ഇന്നിപ്പം ഞാൻ മാങ്ങ അരിഞ്ഞുകൊണ്ട് നിന്നപ്പോൾ തന്നെ കാക്ക വന്ന് റാഞ്ചിക്കൊണ്ട് പോകുമായിരുന്നു മൊത്തം. ഞാൻ പറഞ്ഞത് അച്ചാറിടാൻ കിട്ടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അന്നേരം പറയാ അമ്മ എന്തോ അമ്മേ പറയുന്നേ, ഞാനിപ്പം തന്നെ ഇത് തീർക്കത്തൊന്നുമില്ല, അച്ചാറിട്ട് വെക്കുക, അപ്പോഴത്തേക്കും ഞാൻ തീർക്കാം എന്നും പറഞ്ഞുകൊണ്ട് വന്ന് പറക്കി തിന്നുകയാണ് കേട്ടോ.
എന്നിട്ട് പറയാം, അമ്മ ഈ പറയുന്നതൊക്കെ എല്ലാവരും കേട്ടോണ്ടിരിക്കും, ഇതോ അങ്ങോട്ട് നോക്കെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചൂണ്ടിക്കാണിക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ് ആളിൻ്റെ വക പാവമാണ് കേട്ടോ. എൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ വാലുപോലെ നടക്കും. അപ്പം നമ്മുടെ അച്ചാറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ അച്ചാറെന്ന് പറഞ്ഞാൽ ഞാൻ ഇതേപോണക്ക് ഇങ്ങനെ ഇച്ചിരി വലിയ കഷ്ണമായിട്ടാണ് അരിഞ്ഞേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണമായിട്ടും അരിയാം. പിന്നെ അതിലേക്ക് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മുളക് പൊടി അങ്ങ് ഇട്ട് കൊടുക്കും. മുളക് പൊടി ചൂടാക്കത്തതൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ട് അച്ചാറല്ലേ, എളുപ്പം ചെയ്യാവുന്ന, എന്നാൽ ടേസ്റ്റും കിട്ടുന്ന ഒരു അച്ചാറാണ്. അങ്ങനെ മുളക് പൊടി ഇട്ട് നന്നായിട്ട്, മുളക് പൊടി നമ്മുടെ എരിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിലേക്ക് വേണമെങ്കിൽ ഒരു മുളകോ വല്ലതും അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാനൊരു ഉണ്ടമുളക് അരിഞ്ഞിട്ട് കൊടുത്തായിരുന്നു. പിന്നെ അതിലേക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആണെങ്കിൽ ഉപ്പും ഇട്ട് കൊടുത്തിട്ട് പിന്നെ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വിനാഗിരി വെച്ചിട്ട് നമ്മൾ വെള്ളം വെക്കുന്നില്ല, ഇതിന് വിനാഗിരിയാണ് നമ്മുടെ ചാറിനായിട്ട് വിനാഗിരിയാണ്. എന്നിട്ട് പിന്നെ നമ്മൾ സാധാരണ അച്ചാറിടുന്നത് കണക്ക് തന്നെ ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ അച്ചാറിന് ചേർക്കുന്ന ഉലുവാപ്പൊടിയും കായം ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വെളുത്തുള്ളിയോ ഇഞ്ചിയോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഇത്രയും സംഭവങ്ങൾ മാത്രമേ ചേർക്കത്തുള്ളൂ. പിന്നെ അതിലേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ഈ മിക്സ് ഉണ്ടല്ലോ, വിനാഗിരിയും മുളക് പൊടി ഉപ്പും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ മിക്സും കൂടെ തട്ടിയിട്ട് വെള്ളം ഒന്നും വെക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിനുള്ള വെള്ളത്തിനുള്ള ചാറിനുള്ള ഇതാണ്, വിനാഗിരിയാണ് നമ്മൾ ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഉപ്പ് നോക്കുന്നതിന് അവിടെ ഒരാൾ ഭയങ്കര വിഷമം, സാധാരണ കറിക്കല്ല എന്നെ കൊണ്ടാണ് ഉപ്പ് നോക്കിയിരിക്കുന്നത്, ഇപ്പം എൻ്റെ കൈ തരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അതിന് പിന്നെ ഞാൻ ഇച്ചിരി കൊടുത്ത് ആ ഒരു ബഹളം അങ്ങ് കഴിയട്ടെ, സമാധാനമാവുമല്ലോ എന്ന് കരുതി അങ്ങനെ അത് ഞാനും കൊടുത്തു കേട്ടോ. ഇതാണ് എൻ്റെ തട്ടിക്കൂട്ടച്ചാറ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. മീൻകറിയായി, തോരനായി, മീൻ വറുത്തു, അങ്ങനെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് അച്ചാറായി. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ. ലൈക്ക് അടിക്കാത്തവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കണേ.